തിരുവനന്തപുരം കാരക്കോണത്ത് നവകേരള സദസ്സിനായി വയൽ നികത്തൽ. റവന്യൂ വകുപ്പിന്റെ അറിവോടെയാണ് വയൽ നികത്തുന്നത്. കാരക്കോണം CSI മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള പാടം നികത്തുന്നതിനെതിരെ ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തി. കാരക്കോണം CSI മെഡിക്കൽ കോളേജിലെ അങ്കണത്തിൽ ഈ മാസം 22-നാണ് പാറശാല നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകളുടെ മറവിൽ മങ്കാരം ഏലയിലെ 1 ഏക്കറോളം വരുന്ന പാടം മണ്ണിട്ട് നികത്തുകയാണിപ്പോൾ. ഇതിനെതിരെ ജനപ്രതിനിധികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ പേര് അനീഷ്, കുന്നത്തേൽ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഈ കൃഷിഭൂമി കർഷകരുടെ ഭൂമിയെല്ലാം വെള്ളം കയറി നശിക്കത്തക്ക രീതിയിലാണ് ഈ മണ്ണിട്ട് നികത്തൽ നടക്കുന്നത്. 10 വർഷം മുമ്പ് ഈ വയലുകൾ മണ്ണിട്ട് നികത്താൻ നടത്തിയ ശ്രമം നാട്ടുകാരും കർഷകരും സംഘടിച്ച് തടഞ്ഞിരുന്നു. അന്ന് സ്റ്റേഡിയത്തിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ഇപ്പോൾ യന്ത്രസഹായത്തോടെ വയലിലിട്ട് നികത്തുന്നതെന്ന് കർഷകർ പറയുന്നു. പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഉപജീവനമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കൃഷിയിടങ്ങളൊക്കെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള കോമാളി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് CPM ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് മൂടുന്ന ആ നെൽപ്പാടത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി കോടതിയിൽ നിന്ന് സ്റ്റേ എടുത്തു. സ്റ്റേ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ണിട്ട് മൂടുന്നത്. അന്ന് നാട്ടുകാർ സംഘടിക്കുന്നതിന് മുമ്പ് 6ഓളം വയലുകൾ ആശുപത്രി അധികൃതർ നികത്തിയിരുന്നു. തുടർന്ന് റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയപ്പോൾ RDO ഇടപെട്ടാണ് നികത്തൽ നിർത്തിവെച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ മങ്കാരം ഏലയിൽ ഇങ്ങനെ വയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടഞ്ചിറക്കുളത്തിനും മങ്കാരം കുളത്തിനും ഇടയിലാണ് മങ്കാരം ഏല. ഇവിടെ പുറമ്പോക്ക് ഭൂമിയിലുണ്ടായിരുന്ന 32 സെന്റ് തോടിന്റെ നല്ലൊരു ഭാഗവും ഇതിനകം മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. നവകേരള സദസ്സിന് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം ഒരുക്കുന്നുവെന്നാണ് സംഘാടകരുടെ ന്യായീകരണം. ജനം, തിരുവനന്തപുരം.